നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറികളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ജനറൽ ആയിട്ടുള്ള രണ്ട് മെമ്മറികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. അത് നമ്മൾ സ്ട്രക്ചറാണ് നമ്മുടെ ടോപ്പിക് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയേണ്ട 3 ടൈപ്പ് ഓഫ് മെമ്മറിയാണ് കമ്പ്യൂട്ടറിലുള്ളത്. ഇപ്പോൾ നോട്ട് വരുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഇന്റേണൽ പ്രോസസിംഗ് മെമ്മറി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് പ്രൈമറി മെമ്മറിനെ കുറിച്ച്, സെക്കൻഡറി മെമ്മറിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓവറോൾ ആയിട്ട് പ്രൈമറി മെമ്മറി എന്താണെന്നും സെക്കൻഡറി മെമ്മറി എന്താണെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടേബിൾ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് പ്രൈമറി മെമ്മറിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള 1-2 പോയിന്റുകളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കാരണം മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ആൾക്കാരാണ്. റാം, റോം, ഇപ്രോം, ഇപ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്മറിയാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറി, സിസ്റ്റം ലെവൽ മെമ്മറി എന്നറിയപ്പെടുന്ന ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരാളാണ് റാം. കാരണം എല്ലാ കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫോണുകളെ കുറിച്ചാണെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടുപരിചയമുള്ള ഒരാളാണ് റാം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെയുള്ള ഒരു 1-2 പ്രൈമറി മെമ്മറികളാണ് റോം, ഇപ്രോം, ഇപ്രോം. ഇപ്രോം ഒന്നും വലിയ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ജസ്റ്റ് എന്താ ഉള്ളൂ, റോമിനെ കുറിച്ചാണ് മെയിനായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് റാമിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ റാം എന്ന് പറയുന്ന ഒരു മെമ്മറി ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഫോണോ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ടാബോ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനം എന്തില്ല ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മിനിമം വേണ്ട ഒരു മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, ഇപ്പൊ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുമ്പോൾ ആദ്യം തന്നെ എഴുതി വെക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പറയുമ്പോൾ പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി. ആ പേര് തന്നെ ഉണ്ട് അതിന്റെ ഒരു പ്രത്യേകത. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത റാൻഡംലി കോൾ ചെയ്യുക അല്ലെങ്കിൽ റാൻഡംലി ആക്സസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു 1/1 എന്നുള്ള രീതിയിലല്ലോ, അല്ലെങ്കിൽ ഒരു സീരീസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ റാൻഡം കോൾ എന്നൊക്കെ പറയും. എവിടെന്നെങ്കിലൊക്കെ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി മെമ്മറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു സ്റ്റോറേജ് ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രൈമറി മെമ്മറിന്റെ ഒരു സ്റ്റോറേജ് ഏരിയയാണ്. ഈ സ്റ്റോറേജ് ഏരിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് യൂസറിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് റാൻഡംലി ആക്സസ് എന്ന് പറയുക, അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത സാധനം ചിലപ്പോൾ നേരെ ഏറ്റവും അറ്റത്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രോഗ്രാമിന് അതിന്റെ ഇടയിൽ കയറാം. അല്ലാണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് ഇൻഡെക്സിൽ ഒരെണ്ണം കയറി രണ്ടാമത്തെ ഇൻഡെക്സിൽ അടുത്ത് കയറും, അങ്ങനെയൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെമ്മറിയാണ് ഇത് റാം. അതുകൊണ്ടാണ് അതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെയാണ് റാമിന്റെ കാര്യത്തിൽ. റാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. എപ്പോഴാണോ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ റാമിൽ പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യുള്ളൂ. എപ്പോഴാണ് ഒരു യൂസർ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ റാമെന്ന ഡാറ്റ റിമൂവ് ആയി പോകും. അതുകൊണ്ടാണ് അതിനെ ടെമ്പററി സ്റ്റോറേജ് ഏരിയ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് CPU-ന് ഡയറക്ട്ലി ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞ റാമിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞത് റാമിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പവർ ഉള്ളപ്പോൾ മാത്രമേ അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ. എപ്പോഴാണോ പവർ ഫെയിലിയർ വരുന്നത് അല്ലെങ്കിൽ പവർ ഓഫ് ആവുന്നത് അപ്പോൾ എന്ത് വരും, അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റകളും റിമൂവ് ആയി പോകും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും റാമിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല, നമ്മൾ പ്രൈമറി മെമ്മറി സെക്കൻഡറി കാര്യത്തിലാണ്. പിന്നെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞതും അതിന്റെ 2GB സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് റാമിന്റെ കാര്യത്തിലാണ്. അപ്പൊ റാമിൽ ഇപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒറ്റൊരു പോയിന്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം എന്ന് പറഞ്ഞാൽ ഒറ്റ വേക്കം എഴുതുന്നതല്ല, നമ്മൾ പ്രൈമറി മെമ്മറിയിൽ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പോയിന്റുകളൊക്കെ എഴുതേണ്ട റാമിന്റെ ഉള്ളിലാണ്. അപ്പൊ നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. റാമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒറ്റൊരു പോയിന്റ് ആയിട്ട് മാത്രം ഓർത്തിരിക്കുക. സാധാരണയായിട്ട് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത് 2 ടൈപ്പ് ഓഫ് റാമുകളാണ്, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. അതെന്താ എങ്ങനെയാ അങ്ങനെ വ്യത്യാസം ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. ഒരൊറ്റൊരു പോയിന്റ് എഴുതുക എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സാധാരണ കമ്പ്യൂട്ടറുകളിൽ 2 ടൈപ്പ് ഓഫ് റാമുകൾ ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാമും ഉണ്ടെന്ന് ഓർത്തിരിക്കുക.
ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഈ റാമിന്റെ കാര്യത്തിൽ വെച്ച് റോമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറയാണ്. എന്തുകൊണ്ടാണ് ഇവർ നടുവിൽ വന്നതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. നമ്മൾ വിചാരിക്കുക നമ്മളെ കയ്യിലൊരു സാധാരണയായിട്ട് ഒരു പാട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ പാട്ട് എനിക്ക് കയ്യിൽ ഞാൻ സ്റ്റോർ ചെയ്യാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യൂസറിന് സ്റ്റോർ ചെയ്യണം. ആ സാധനം എവിടെ ഉണ്ടാവുക? സെക്കൻഡറി മെമ്മറിയിലാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ .mp3 എന്ന് പറഞ്ഞ ഒരു പാട്ടാണെങ്കിൽ അത് ഞാനാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു യൂസർ ലെവൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എനിക്കത് പ്ലേ ചെയ്യണമെങ്കിൽ അത് എന്തിലേക്ക് മാറണം? .exe ഫോർമാറ്റിൽ അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അവർ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്രൈമറി മെമ്മറിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ പ്രൈമറി മെമ്മറിയിൽ നിന്നാണ് പിന്നെ കമ്പ്യൂട്ടർ എടുത്തിട്ട് ആ പാട്ടിനെ നമുക്ക് പ്ലേ ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ചെയ്തിട്ട് തരുന്നത് പ്രൈമറി മെമ്മറിയിലേക്കായിരിക്കും. പ്രൈമറി മെമ്മറിയിൽ നിന്നാണ് അത് എന്തിൽ വരുള്ളൂ? ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് വരുന്നത്. ഒരു ഇൻപുട്ട് ഡിവൈസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 നമ്പർ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. 5ഉം 6ഉം കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പോകുന്നത് എവിടേക്കാണ്? പ്രൈമറി മെമ്മറിയിലേക്കാണ്. പ്രൈമറി മെമ്മറിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇത് മറന്നുപോകും, എന്തിനാണ് ഇതിന്റെ ഇടയിൽ എന്നുള്ള രീതിയിലൊരു ഡൗട്ട് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ റാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും വീണ്ടും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് അതൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രൈമറി മെമ്മറിനെ കുറിച്ച് പറയുമ്പോൾ ഈ റാം എന്ന് പറയുന്ന ഒരാളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. റാം എന്ന് പറഞ്ഞ പ്രൈമറി മെമ്മറി ആകെ ഒരൊറ്റൊരു 4 ലൈനിൽ തീരും. റാമിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റാൻഡം ആക്സസ് മെമ്മറിയാണ്. സ്റ്റാറ്റിക് റാം അല്ലെങ്കിൽ ഡൈനാമിക് റാം എന്ന് പറഞ്ഞ 2 രീതിയിലുള്ള റാമുകൾ ഉപയോഗിക്കുന്നു എന്നും കൂടെ ഓർത്തിരിക്കും. ഓക്കെ അല്ലെ? ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറിയാണ് റോം. ഓക്കെ, ഇപ്പൊ ഈ റോമിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവർക്കും എക്സാമിന് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്ന ഒരാളാണ് റോം. ഇപ്പൊ മെമ്മറി മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റാമിനെ കുറിച്ച് ഒരു വലിയൊരു പാരഗ്രാഫ് ചെയ്തും റോമിനെ കുറിച്ച് എല്ലാവരും പ്രൈമറി മെമ്മറി ആണല്ലോ എന്നുള്ള രീതിയിൽ ഈ എഴുതി വെച്ചിട്ടുള്ള എല്ലാ പോയിന്റുകളും എന്ത് ചെയ്യും? റോമിന്റെ കാര്യത്തിൽ എഴുതി വെക്കും. അപ്പോൾ റോമൻ പഠിക്കാൻ തന്നെ ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. എന്ന് പറഞ്ഞാൽ റാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോമാണ്. സംഭവം പ്രൈമറി മെമ്മറി തന്നെയാണെങ്കിലും റോമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് കൂടുതലായിട്ടും എവിടെ ഫോളോ ചെയ്യുന്നത്? റോമിന് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി മെമ്മറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്തിൽ വരും? റോമിന്റെ കാര്യത്തിൽ വരും. ഓക്കെ, അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള പ്രൈമറി മെമ്മറികളാണ് ഉള്ളത്. ഒന്ന് റാമാണ്, ഒന്ന് റോമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോമിനെ കുറിച്ചാണ്. റോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട അതിന്റെ ഫുൾ ഫോം ആണ് റീഡ് ഒൺലി മെമ്മറിയാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ റാം റോം എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫോം ആണ്. കമ്പ്യൂട്ടറിൽ എപ്പോഴും എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കാര്യം ഓർത്തിരിക്കുക, ഷോർട്ട് ഫോം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാൻ ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്മോൾ ലെറ്ററിൽ റാം എന്ന് എഴുതരുത്, റോം ഒരിക്കലും സ്മോൾ ലെറ്ററിൽ എഴുതരുത്, CPU, ALU, കൺട്രോൾ യൂണിറ്റ് ഇതൊന്നും എന്ത് ചെയ്യരുത്? സ്മോൾ ലെറ്ററിൽ എഴുതരുത്. പറഞ്ഞാൽ അതിനൊരു എക്സ്പാൻഷൻ ഉള്ളത് അല്ലെങ്കിൽ അതിനൊരു ഷോർട്ട് ഫോം ആണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാം. ഞാൻ ഈ കുറേ പറഞ്ഞിട്ട് ഈ സ്ട്രക്ചറൊക്കെ കുട്ടികളോടൊക്കെ പോലെ പറയും എക്സാമിനാകുമ്പോൾ ഒരു റാമെന്ന് സ്മോൾ ലെറ്റർ എഴുതി. ഈ ഒറ്റൊരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് കുറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യരുത്? വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഓർത്തിരിക്കുക. അപ്പോൾ ഷോർട്ടായിട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറി 2 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് റാമാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ആളെ കുറിച്ചാണ് നമ്മൾ റോം പറഞ്ഞത്. ഇപ്പൊ റോമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സംഭവം പ്രൈമറി മെമ്മറി തന്നെയാണ്. പക്ഷെ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സവിശേഷത, അതിന്റെ പ്രവൃത്തിയൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രൈമറി മെമ്മറി ആയിട്ട് വലിയ അതിന്റെ കാറ്റഗറിയിൽ പെടുത്താത്ത ഒരാളെ പോലെ തോന്നും നമുക്ക്. എന്ന് പറഞ്ഞാൽ സംഭവം പ്രൈമറി മെമ്മറി ആണെങ്കിലും കൂടുതലായിട്ട് സെക്കൻഡറി മെമ്മറിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതിന് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഓർത്തിരിക്കുക റീഡ് ഒൺലി മെമ്മറിയാണ് റോം. ഓക്കെ, റീഡ് ഒൺലി മെമ്മറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ടെമ്പററി സ്റ്റോറേജ് മെമ്മറി അല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ആണെന്ന് പറഞ്ഞു. ഇത് റാമിന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. റോം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മെമ്മറിയാണ്, സൈസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു മെമ്മറിയാണ്. ഈ മെമ്മറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് സ്റ്റോറേജ് ആണ്. പക്ഷെ അതൊരു പ്രൈമറി മെമ്മറിയാണ്. ഇനി അടുത്തൊരു ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു വോളറ്റൈൽ മെമ്മറി അല്ല. പ്രൈമറി മെമ്മറി ആണെങ്കിലും റോം എന്ന് പറയുന്നത് അതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും കറണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, അവിടുന്ന് റിമൂവ് ആയി പോകുമൊന്നുമില്ല, അവിടെ തന്നെ എന്തായിരിക്കും? സ്റ്റോർഡ് ആയിരിക്കും. ഓർത്തിരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം പ്രൈമറി മെമ്മറി ആണെങ്കിലും
സെക്കൻഡറി മെമ്മറിന്റെ ഫീച്ചേഴ്സ് ആണ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നതെന്ന് പറയാൻ കാരണം. അപ്പോൾ റോമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വിട്ടുപോകരുത്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് സ്റ്റോറേജ് ഏരിയ തന്നെയാണ്. പിന്നെ ഒരു സൈസ് വളരെ കുറവാണെന്നൊരു പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നോൺ വോളറ്റൈൽ മെമ്മറിയിൽ പെടുകയാണ്. എന്ന് പറഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിലുള്ള ഡാറ്റാസിനെ റിമൂവ് ആയി പോവില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ റോം എന്ന് പറയുന്ന ഒരു മെമ്മറി ഈ കമ്പ്യൂട്ടറിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറുകളിലും റോം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോം ഒരിക്കലും നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു യൂസറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് റീഡ് ഓൺലി മെമ്മറി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഏത് കമ്പനിയാണോ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, ആരാണോ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കുന്നത്, അവര് തന്നെ കുറച്ച് ഡാറ്റാസ് ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെമ്മറിനെയാണ് നമ്മൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്തിരുന്നാൽ മതി, ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ തന്നെ അതിനുള്ളിൽ കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു മെമ്മറി വെച്ചിട്ടുണ്ടാവും. അതിലുള്ള പ്രോഗ്രാം എന്താണെന്നുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മുടെ റോം എന്ന് പറയുന്ന മെമ്മറി ഉപയോഗിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഒരു കുഞ്ഞു മെമ്മറിയാണ്. ആ മെമ്മറിയിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന നമ്മളല്ല, ആരാണോ ഏത് കമ്പനിയാണോ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ഡെല്ലിന്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ ഡെല്ലുകാർ തന്നെ ലാപ്ടോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്തു. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഇല്ലാണ്ട് ഒരിക്കലും കമ്പ്യൂട്ടറിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ആരാണോ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന അവര് തന്നെ എന്ത് ചെയ്യും, ഈ ഇതിൽ കുറച്ച് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അത് മെയിൻ ആയിട്ടുള്ള ആളാണ് ബയോസ് എന്താണെന്ന് വലിയ കാര്യമായിട്ടൊന്നും ഓർത്തിരിക്കേണ്ട. ജസ്റ്റ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറയും. ബയോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ ആദ്യം തന്നെ രണ്ടാമത് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ സിഗ്നലുകളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ബയോസിനെ കുറിച്ച് പറയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എടുത്തിട്ട് പ്രൈമറി മെമ്മറിയിലിട്ട് റൺ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പൊ അത് ഹാർഡ് ഡിസ്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സമയമാകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാം. ഇപ്പോൾ ഓർത്തിരിക്കുക, റീഡ് ഓൺലി മെമ്മറിയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബയോസ് ആണ്. അത് ഒരു സിസ്റ്റത്തിന്റെ പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ റൺ ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ്. അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോഗ്രാം ചെയ്തിട്ട് റോമിന്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അത് ചെയ്തു വെക്കുന്നത് ഏത് കമ്പനിയാണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അവർ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഉള്ള ഒരാളാണ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് പേര് തന്നെ ഉണ്ട്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഒരു യൂസർ കമ്പ്യൂട്ടറിന്റെ പവർ ഓൺ ആവുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ തന്നെ സെൽഫായിട്ട് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് പ്രോഗ്രാമിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രോഗ്രാം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ അതിന് കീബോർഡ് ഉണ്ടാവണം, മൗസ് വർക്കിംഗ് ആയിരിക്കണം, റാം കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ഉണ്ടാവണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അതൊരു യൂസറിന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം തപ്പിത്തറിഞ്ഞെല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്യുമ്പോൾ ചെറിയ ബീപ്പ് സൗണ്ട് ഒക്കെ കേൾക്കാറില്ലേ? ചിലപ്പോൾ റാമിന്റെ കംപ്ലൈന്റ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും കേബിൾ ലൂസായി കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബീപ്പ് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി തരുന്നത് മെയിൻ ആയിട്ടുള്ള ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെല്ലാം പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റാമിന്റെ വർക്കിംഗ് കറക്റ്റ് ആണോ, വല്ല പൊടിയും കയറി ഡസ്റ്റ് ഒക്കെ കയറിയിട്ട് കിടക്കുകയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളാണ് പോസ്റ്റിൽ വരിക. ഈ സാധനവും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് റോം എന്ന് പറയുന്ന ഒരു മെമ്മറിയിലാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈമറി മെമ്മറിയിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറികളാണുള്ളത്, റാം, റോം. റാമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയേണ്ടത്. നമ്മളിവിടെ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, റാമിന്റെ കാര്യത്തിലും പറയാം. അല്ലാണ്ട് ഇത് റാം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ലൈനിൽ നിന്നല്ല, നമുക്ക് നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ റാമാണ് കൂടുതലായിട്ടും പ്രൈമറി മെമ്മറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. അപ്പൊ ഫുൾ ഫോം എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. റാൻഡം ആക്സസ് മെമ്മറിയാണ്. രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറികൾ വരാണ്ട്, സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം എന്ന് പറയുന്ന രണ്ട് റാമുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഇനി വേറൊരു ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രൈമറി മെമ്മറി ആണെങ്കിൽ ഒരു സെക്കൻഡറി മെമ്മറിയുടെ ഫീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. അതൊരു പെർമനന്റ് സ്റ്റോറേജ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് അതൊരു വോളറ്റൈൽ മെമ്മറി അല്ല, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റാസ് ഒന്നും
റിമൂവ് ആവില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കുക, റോമിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ഒരിക്കലും ഒരു യൂസർ അല്ല. അത് ഏത് കമ്പനിയാണോ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അവർ തന്നെ ഡീഫാൾട്ട് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളാണ് അതിലുണ്ടാവുക. മെയിൻ ആയിട്ടുള്ള 2 പ്രോഗ്രാമുകൾ ഓർത്തിരിക്കുക, ബയോസും പിന്നെ പോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം. നോട്ട് തരുമ്പോൾ ഞാൻ അവിടെ ഫുൾ ഫോം ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെറുതെ സമയം കളണ്ടല്ലോ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് പ്രൈമറി മെമ്മറി. ഇനി 2 ടൈപ്പ് കഴിഞ്ഞ് പിന്നെ ഞാൻ താഴെ കുറച്ച് കാര്യം കൊണ്ടുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമിന് കുറച്ച് കാറ്റഗറി ഉണ്ട്, ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിൽ വരുന്ന ആൾക്കാരാണ് പ്രോം, ഇ പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറിനെ 5 ആയി തിരിക്കുന്നു, 6 ആയി തിരിക്കുന്നു നല്ല അർത്ഥം. പ്രൈമറി മെമ്മറി 2 പേരാണുള്ളത്, റാമും റോമും. ഈ റോമിനെ തന്നെ നമ്മുടെ റാമിൽ സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഉള്ള ഒരാളാണ് റോമിന്. റോം, ഇ പ്രോം എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. ഇതും ജസ്റ്റ് ഈ ഫുൾ ഫോം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, അല്ലാണ്ട് ഇത് എന്താണ് ഏതാണെന്നൊന്നുമില്ല. ജസ്റ്റ് ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ആകെ ആഡ് ചെയ്തിട്ടുള്ളതാണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പ്രോം ആണ്, അതിന് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും. ജസ്റ്റ് ഒരു വേർഡും കൂടി ഓർത്തുണ്ട്, നേരത്തെ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി എന്ന് പറഞ്ഞു, ഇതിന് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നു. ലാസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് ഇ പ്രോം. ഇ പ്രോമിന്റെ ഫുൾ ഫോം ഇലക്ട്രിക്കലി ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഫോം ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒറ്റൊന്ന് പഠിച്ചാൽ മതി റീഡ് ഓൺലി മെമ്മറി. അതിനോട് ഫസ്റ്റ് ഇത് പ്രോഗ്രാമബിൾ ആഡ് ചെയ്യുന്നു, അടുത്ത് ഇറേസബിൾ ആഡ് ചെയ്യുന്നു, പിന്നെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ എന്നുള്ള റീഡ് ഓൺലി മെമ്മറി എന്നുള്ള പോയിന്റ് വൈസ്. ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുന്നു, നമ്മളെ സിലബസിലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു റിവിഷൻ ടൈമിലൊക്കെ വരുന്ന നമുക്ക് സമയം കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ജനറലായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ സിലബസ് ബേസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഈ ഫുൾ ഫോം മാത്രം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ എഴുതേണ്ട പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി 2 എണ്ണം ഉണ്ട്, റാം, റോം. റാമിന്റെ പ്രത്യേകത, റോമിന്റെ പ്രത്യേകത, അതിൽ ബയോസ് വരുന്നുണ്ട്, പോസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ ഒരു പിന്നെ റോമിനെ ഇത്ര കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ടൈപ്പ് ഓഫ് റോമുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രോം, ഇതിന്റെ ഫുൾ ഫോം, ഇതിന്റെ ഒക്കെ ഫുൾ ഫോം എഴുതണം. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫുൾ ഫോമിനൊക്കെ ചെറിയ ചെറിയ മാർക്കുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് പ്രൈമറി മെമ്മറിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൈമറി മെമ്മറി. അപ്പോൾ ഏകദേശം നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന ഒരു ഏരിയ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. പിന്നെ ഈ സ്ട്രക്ചറിൽ വരാത്ത ഒരു ഇന്റേണൽ പ്രോസസിംഗ് മെമ്മറി ഉണ്ട്, അതും കൂടെ ഇതിന്റെ കൂടെ തന്നെ പറയും. സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതേണ്ട കാര്യം നമ്മൾ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ എഴുതേണ്ട കാര്യമില്ല. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി മതി. പക്ഷെ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അയാളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മൾ ജസ്റ്റ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഞാൻ പറയാണ്, പ്രൈമറി മെമ്മറിയിൽ ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എന്ത് ചെയ്യണം, റാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ റാം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു പോയിന്റും കൂടെ എഴുതി വെക്കുക. അത് 2 ടൈപ്പ് എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ റോം ഉണ്ട്, റോമിന് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലും കൂടെ വരുമ്പോൾ പ്രൈമറി മെമ്മറി കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി സെക്കൻഡറി മെമ്മറി എന്താണെന്നും സെക്കൻഡറി മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണെന്നും അതിലെ കുറച്ച് ടൈപ്പുകൾ ഇതേപോലെ ഉണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ നോട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ വരും. അപ്പോൾ ഈ നോട്ടും കൂടെ എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഏത് രീതിയിലായിരിക്കണം ഇത് എക്സാമിന് എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കും. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, CPU ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പ്രൈമറി മെമ്മറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഇനി സെക്കൻഡറി മെമ്മറി ഒരു പകുതി വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കുറച്ചും കൂടെ ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ നോട്ടും കൂടെ എന്ത് തന്നെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ബൈ.